പുന്നമടയിൽ കാരിച്ചാലാണ് വീണ്ടും ജലരാജാവ്. 70ാമത് നെഹ്റു ട്രോഫി ജേതാവായി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ ചുണ്ടൻ. തുടർച്ചയായി 5ാമതും 16ാം കിരീട നേട്ടവുമാണ് കാരിച്ചാലിന്റേത്. 0.5 മൈക്രോ സെക്കൻഡിൽ വിയപുരം ചുണ്ടനെ മറികടന്നു. വിവരങ്ങളുമായി നിഷാ ദിലീപും അഞ്ജനയും VIP വാലിയനിൽ നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത്, അരുൺ കൊടുങ്ങൂർ, കൃഷ്ണരാജ് എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം കൃഷ്ണരാജിലേക്കാണ്. കൃഷ്ണരാജ്, എന്തായാലും ചരിത്ര കിരീട നേട്ടം, 5ാം കിരീട നേട്ടം എന്ന ചരിത്ര നേട്ടവുമായി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴഞ്ഞ കാരിച്ചാൽ. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? എങ്ങനെയുണ്ട് ആവേശം? കൃഷ്ണരാജ് അല്ല, അരുണാണ് ഉള്ളത്. എന്തായാലും കൃഷ്ണരാജ് എനിക്കൊപ്പമുണ്ട്. എന്തായാലും മത്സരം അതിൻ്റെ ആവേശ പരകോടിയിലേക്ക് എത്തിയായിരുന്നു സമാപനമായിരിക്കുന്നത്. എന്തായാലും വലിയൊരു കാത്തിരിപ്പ്, ഒരു വർഷം നീണ്ട വലിയൊരു കാത്തിരിപ്പിന് ഒടുവിലാണ് ഈ ഒരു ജലരാജാവായി കാരിച്ചാൽ വീണ്ടും എത്തുന്നത്. നിഷയാണ് ആ മത്സരത്തിൻ്റെ ഫലവുമായി നമുക്കൊപ്പം ചേരുന്നത്. എന്തായാലും ഫോട്ടോ ഫിനിഷിന് അപ്പുറത്തേക്ക് മൈക്രോ സെക്കൻഡിലേക്ക് ഈ ഒരു കാര്യം എത്തിയിരിക്കുന്നു. അത്ര വീറും വാശിയും നിറഞ്ഞൊരു പോരാട്ടമാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ 3:30യോടുകൂടി ആരംഭിച്ചു. ആ സമയം മുതൽ തന്നെ കാണികളെയൊക്കെ ഉദ്യോഗത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു മത്സരങ്ങളായിരുന്നു. നമ്മളടക്കം ആ ആവേശത്തിൽ പങ്കുചേർന്നവരാണ്. ഹീറ്റ്സ് മത്സരം കഴിഞ്ഞ ഓരോ ഹീറ്റ്സിലും എത്തിയ ചുണ്ടൻ വള്ളങ്ങൾക്ക് പോലും ഫൈനലിൽ മത്സരിക്കാൻ കഴിഞ്ഞില്ല. കാരണം അത്രയധികം മികച്ച സമയം കുറിച്ചുകൊണ്ടാണ് 4 വള്ളങ്ങൾ ഒന്നാമതെത്തിയ 4 വള്ളങ്ങൾക്ക് മാത്രമേ ഫൈനലിൽ മത്സരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഈ 4 വള്ളങ്ങൾ ഫൈനലിൽ മത്സരിച്ചത്. തുടർച്ചയായല്ല 16ാമത് കിരീടമാണ് കാരിച്ചാലിൻ്റെത്. അങ്ങനെ 16ാം തവണ കാരിച്ചാൽ കിരീടം നേടുമ്പോൾ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന് അഭിമാനിക്കാം. കാരണം 5ാം തവണ തുടർച്ചയായി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് വിജയം നേടുകയാണ്. കഴിഞ്ഞ തവണ വിയപുരത്തിനൊപ്പം വെള്ളിക്കപ്പിൽ മുത്തമിടുമ്പോൾ ഇത്തവണ കാരിച്ചാലിനൊപ്പമാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഈ നെഹ്റു ട്രോഫിയിൽ മുത്തമിടുന്നതെന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. എന്തായാലും 5ാം തവണയും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് വിജയകിരീടം നേടിയിരിക്കുകയാണ്. അരുൺ പറഞ്ഞതുപോലെ തന്നെ നമ്മളെല്ലാവരും ഈ ഹീറ്റ്സ് മത്സരം തുടങ്ങിയ സമയം മുതൽ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ശരിക്കും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കായലിന്റെ ഓളപ്പരപ്പുകൾ തീ പിടിച്ച പോലെയുള്ള ഒരു പോരാട്ടങ്ങളായിരുന്നു അല്ലേ? കൃഷ്ണരാജ് ആദ്യമായിട്ടാണ് കൃഷ്ണരാജ് വള്ളംകളിക്കായി എത്തുന്നത്. വള്ളംകളിക്ക് എത്തിയപ്പോൾ അഞ്ജനയുണ്ട്, 2 പേരും ഉണ്ട്. രാവിലെ തോർത്ത് തലക്കെട്ട് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ആവേശവതങ്ങായി പോയല്ലേ? ഞാനൊരു സത്യം പറയട്ടെ, ശരിക്കും ഞാൻ കാരിച്ചാൽ ചുണ്ടന്റെ ഫാനാണ്. അപ്പോ ഇതുവരെ അത് പറഞ്ഞിട്ടില്ല. രഹസ്യമായി ഒളിപ്പിച്ചു വെച്ചതാണ്. കാരിച്ചാൽ ചുണ്ടൻ കപ്പിൽ മുത്തമിട്ടു, ഞാൻ തലയെ കെട്ടി. ഇനി ഇത് റൂമിൽ പോയതിനു ശേഷം മാത്രമേ കഴിക്കുള്ളൂ. കാരിച്ചാൽ ചുണ്ടനൊപ്പം വിജയാഘോഷത്തിൽ പങ്കുചേരുകയാണ് എന്റെ ലക്ഷ്യം. ഏതായാലും വലിയൊരു അനുഭവമായിരുന്നു. കാരിച്ചാലാണോ ജനജീവിയാണോ ജയിച്ചതെന്ന് ജനജീവി എന്ന് പറയും. കാരണം പരിമിതികൾക്കുള്ളിൽ നിന്ന് പരമാവധി മികവോടെ നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എല്ലാം എത്തിക്കാനായി, ആവേശം തോന്നാതെ ആഘോഷത്തിനൊപ്പം നിന്ന് നമുക്ക് എല്ലാം എത്തിക്കാനായി എന്ന പ്രതീക്ഷയാണ് ഏറ്റവും വലിയ ആശ്വാസമായി മാറുന്നത്. ഈ ഒരു ഫൈനൽ മത്സരത്തിലേക്ക് നമ്മൾ ആ ഒരു കമന്ററി ബോക്സിലേക്ക് നമ്മൾ അതൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു മത്സരമായി തന്നെ മൈക്രോ സെക്കൻഡിന്റെ ഒരു ഗ്യാസിലേക്ക് സ്വന്തമാക്കുന്ന പോരാട്ടം കൂടിയാണ്. വലിയ ആവേശ പോരാട്ടമായിരുന്നു. നമ്മൾ കണ്ടതാണ് ആദ്യ 2 ഹീറ്റ്സുകളിൽ 1ാം സ്ഥാനത്തുള്ള ടീമുകൾക്ക് ഫൈനലിൽ കയറാൻ പറ്റിയില്ല. നമ്മളത് ആദ്യം അനൗൺസ് ചെയ്തതാണ്. കാരണം ഞാൻ കൃത്യമായി സമയം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ആദ്യ ചമ്പക്കുളമൊക്കെ പുറത്താവുകയാണ്, തലവടി പുറത്താവുകയാണ്. നോക്കുമ്പോൾ 3ാം ഹീറ്റ്സിലോ 4ാം ഹീറ്റ്സിലോ 3 ടീമുകൾ ഒപ്പത്തിനൊപ്പം പോരാടി ആ 3 ടീമുകൾ ഫൈനലിലേക്ക് യോഗ്യത നേടുകയാണ്. ഇഞ്ചുകൾ വ്യത്യാസത്തിലാണ് അവർ ആ ഹീറ്റ്സിൽ മത്സരം പൂർത്തിയാക്കുന്നത്. തൊട്ടു പിന്നാലെ ഏറ്റവും ചരിത്രം പേര് നടക്കുന്ന പള്ളാത്തുരുത്തി വരുന്നു. പള്ളാത്തുരുത്തി അതിലും കുറച്ച് സമയത്തിൽ ഫിനിഷ് ചെയ്യുമെന്നൊരു ആശങ്ക നമുക്കുണ്ടായിരുന്നു. പക്ഷെ അവർ അതിനേക്കാൾ 10 സെക്കൻഡോളം താഴെ ഫിനിഷ് ചെയ്ത് ഫൈനലിലും അതേപടി ഒപ്പത്തിനൊപ്പം നിന്ന് ഫൈനലിൽ കുറച്ചൊരു ആവേശം കൂടി. അതായത് ഈ ഏറ്റവും മികച്ച മത്സരം നടക്കുന്ന ട്രാക്കിലാവും ഏറ്റവും വേഗത്തിലെത്താനുള്ള ശ്രമം നടക്കുക. നോക്കൂ, പള്ളാത്തുരുത്തിയുടെ ഹീറ്റ്സിൽ ഒരു വള്ളം ഉണ്ടായിരുന്നില്ല, എന്നിട്ട് പോലും അവർ ആവേശത്തിൽ തുഴഞ്ഞു എന്നുള്ളതാണ്. ഇപ്പൊ ഉസൈൻ ബോൾട്ടിന് മികച്ച പ്രതിയോഗി ഉണ്ടെങ്കിൽ മാത്രമേ ഉസൈൻ ബോൾട്ട് അത്ര വേഗത്തിലോടൂ, അല്ലെങ്കിൽ ആസ്വദിച്ചോളൂ. പക്ഷെ ഇവിടെ പള്ളാത്തുരുത്തി ഹീറ്റ്സിലും ഫൈനലിലും തകർത്തു, തിമിർത്തു. അതിന്റെ ഗുണം അവർക്ക് കിട്ടി. 16ാം കിരീടം അവർ നേടുന്നു. അവർക്ക് വേണ്ടി തുടങ്ങിയത് തുടരെ 5ാം കിരീടം നേടുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. അവർക്ക് ഇത് 7ാം കിരീടവുമാണ്. ഏറ്റവും ശ്രദ്ധേയമായി തീർച്ചയായും മറ്റൊരാൾ അഞ്ജനയാണ്. ആദ്യമായിട്ടാണ് അഞ്ജന എത്തിയത്. ശരിക്കും ഈ കാണികളുടെ ഒരു ആവേശം, അതൊരു അത്ഭുതം തന്നെയല്ല. ആദ്യം പറയാനുള്ളത്, ഞാൻ ആദ്യമായിട്ടാണ് വള്ളംകളി കാണാനെത്തുന്നത്. അപ്പൊ അതിന്റെ ഒരു ആവേശം എനിക്കൊന്ന് ഇവരോടൊപ്പം തന്നെ എനിക്കും ഉണ്ടായിരുന്നു. ആരായിരിക്കും കപ്പടിക്കുക, ആരായിരിക്കും
ഇപ്രാവശ്യത്തെ ജലരാജാവ് എന്നറിയാൻ ഒരു ആവേശം എനിക്കുണ്ടായിരുന്നു. ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഇവർ വരുന്നതാണ് ഏറ്റവും രസം. കാരണം നമ്മളിരുന്ന് കാണുമ്പോഴത്തേക്കും ഇരിക്കുന്ന കസേരയിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് ആര് വന്ന് കയറും. കാരണം അത്രത്തെ ആ വെള്ളത്തെ കീറി മുറിച്ചുകൊണ്ടുള്ള ഒരു വരവാണിത്. അപ്പം കാണികൾക്ക് ഭയങ്കരമായിട്ടൊരു ആവേശം കിട്ടിയിട്ടുണ്ട്. അതിലേറെ ആവേശമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ആലപ്പുഴക്കാരുടെ മാത്രം ഒരു ആവേശമല്ല, കേരളത്തിന്റെ മുഴുവൻ ആവേശം നമുക്കിവിടെ കാണാം. ഒരു സ്ഥലത്ത് നിന്ന് മാത്രമുള്ള ആൾക്കാരല്ല, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉള്ള ആൾക്കാരെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത്രമേൽ ആവേശം ഉണ്ടെന്നുള്ളതാണ്. കുറേ ദിവസത്തെ അവരുടെ ഒരു പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇത്രമേൽ ആവേശത്തോടെ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് ഇത്ര ഗംഭീരമായിട്ട് ആലപ്പുഴക്കാർ നമുക്ക് വേണ്ടി കാത്തു വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ വർഷങ്ങളുടെ ഒരു പാരമ്പര്യം ഉണ്ടെങ്കിലും ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ കാരിച്ചാല് തുടർച്ചയായിട്ട് 15 തവണ, ഇപ്രാവശ്യം 16ാം തവണയും വീണ്ടും ആകെ 16ാം തവണ അങ്ങനെ അടിച്ചിരിക്കുന്നു. അപ്പൊ അവരുടെ ഒരു ആവേശം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമുക്കും കൂടി ഇൻസ്പിറേഷൻ ആണ്. ഇങ്ങനെ 16ാം തവണ അടിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഗുഡൻസ് അവരുടെ കാണും. കാരണം അത്ര ഒരു ടീം സ്പിരിറ്റ് അവർക്കുണ്ട്. ആ സ്പിരിറ്റും ഞങ്ങൾക്കും ഉണ്ട്. മത്സരം തുടങ്ങിയപ്പോൾ കസേരയിൽ ഇരുന്നിട്ടില്ല, കസേരയ്ക്കൊക്കെ വിശ്രമമായിരുന്നു, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. അത്ര ആവേശം, വിയർപ്പ് പുറത്തു വരാനില്ല, കുടിച്ചതെല്ലാം പറ്റിപ്പോയി. കൂടുതൽ ശബ്ദം ആവേശത്തിൽ പറയാനുമില്ല. അത്രമാത്രം ഊർജ്ജം നമ്മൾ കൊടുത്താണ് കമന്ററി പറഞ്ഞത്. അപ്പൊ ഏതായാലും കാരിച്ചാലിന് വളരെ നന്ദി. ഞാൻ ആ ഡയലോഗ് ഇടയ്ക്കെന്ന് പറഞ്ഞപ്പോ തെറ്റൊന്നും പറയട്ടെ. നമ്മള് ആലപ്പുഴ വരുമ്പോ ആ ഡയലോഗ് ഇങ്ങനെ പറയാം: വെള്ളോ വള്ളോ കപ്പോ ട്രാക്കോ കാരിച്ചാലോ നടുഭാഗോ ആരോ ആയിക്കോട്ടെ, അടിച്ചു കയറി വാ. അടുത്ത വർഷവും ഞങ്ങൾ അടിച്ചു കയറി വരും, ഒരു സംശയം വേണ്ട. ലക്ഷ്മി, ഇതാണ് ഇവിടുത്തെ ഒരു ആവേശം. വലിയ രീതിയിലുള്ള ഒരു ആവേശത്തിലേക്ക് കാര്യങ്ങളൊക്കെ തന്നെ എത്തിയിരിക്കുകയാണ്. കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ കൃത്യമായ രീതിയിൽ സംഘാടകം നടത്തി. അതോടൊപ്പം തന്നെ കാലാവസ്ഥ അനുകൂലമായി. അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. കാരണം ഇത്തവണ ഈ നെഹ്റു ട്രോഫി നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു വലിയ ആശങ്കയുണ്ടായിരുന്നു. ഒരുപാട് പ്രതിഷേധങ്ങൾ, അതോടൊപ്പം തന്നെ ഒരുപാട് നിവേദനങ്ങൾ. ഇതിനൊടുവിലാണ് ഇത്തരത്തിലുള്ള നെഹ്റു ട്രോഫി വള്ളംകളി നടത്താനുള്ള തീരുമാനം. എന്തായാലും അത് ഭംഗിയായി തന്നെ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും എല്ലാവർക്കും നല്ലൊരു അനുഭവം സമ്മാനിച്ചുകൊണ്ടാണ് ഇത്തവണ നെഹ്റു ട്രോഫി സമാപിച്ചിരിക്കുന്നത്. ലക്ഷ്മി, പറഞ്ഞപോലെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിൽ കാരിച്ചാലിന്റെ ഫിനിഷ് മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ വിയപുരം ചുണ്ടൻ രണ്ടാമതെത്തിയത്. ഈ കാരിച്ചാലിന്റെ ഗുട്ടൻസ് എന്താണെന്നുള്ള ടീം സ്പിരിറ്റ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് അല്ലേ അരുൺ? അഞ്ജന പറഞ്ഞതുപോലെ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഫോട്ടോ ഫിനിഷിലാണ് ജലരാജാക്കന്മാരായി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടനെത്തിയത്. തുടർച്ചയായി 5ാം കിരീടം എന്ന ചരിത്ര നേട്ടമാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് സ്വന്തമാക്കുന്നത്. നേത്രങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിലായിരുന്നു കാരിച്ചാൽ ഫിനിഷ് ചെയ്ത്. മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിനാണ് വിയപുരം ചുണ്ടൻ രണ്ടാമത് എത്തിയത്. ആവേശം അലതല്ലിയ മത്സരം, കാലാവസ്ഥയും അനുകൂലമായിരുന്നു. ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ എന്തായാലും പുന്നമടയിൽ കാരിച്ചാലാണ് വീണ്ടും ജലരാജാവായത്. 70ാമത് നെഹ്റു ട്രോഫി ജേതാവായി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ ചുണ്ടനാണ് എത്തിയത്. തുടർച്ചയായി 5ാമതും 16ാം കിരീട നേട്ടവുമാണ് കാരിച്ചാലിൻ്റേത്. 0.5 മൈക്രോ സെക്കൻഡിലാണ് നഗ്ന നേത്രങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഫിനിഷ്. ഫോട്ടോ ഫിനിഷിലാണ് വിയപുരം ചുണ്ടനെ മറികടന്ന് കാരിച്ചാൽ ജേതാക്കളായത്. ആവേശം അലതല്ലിയ മത്സരം തന്നെയായിരുന്നു. അരുണുണ്ട്. അരുൺ, അവിടെ നിന്ന് നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. മാത്രമല്ല നമ്മൾ ആ ദൃശ്യങ്ങളെല്ലാം കണ്ടതുമാണ് ആവേശം എത്രത്തോളം ഉണ്ടായിരുന്നു. എന്തായാലും കാലാവസ്ഥ അനുകൂലമായത് വലിയ രീതിയിൽ ഈ ഒരു നെഹ്റു ട്രോഫി വള്ളം കളിക്ക് എന്തായാലും ഉപകാരമായി എന്നുള്ളതാണ്. മാത്രമല്ല ഞാൻ നേരത്തെ ചോദിച്ചത് അഞ്ജന പറഞ്ഞതുപോലെയാണ്, ഇവരുടെ ടീം സ്പിരിറ്റ് തന്നെ ആയിരിക്കും ഈ കാരിച്ചാലിനെ ഇത്തരത്തിൽ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിലുള്ള ഈ ഫിനിഷ്, ആ ഒരു വിജയം അവർ സ്വന്തമാക്കിയത്. തീർച്ചയായും അത് തന്നെയാണ്. ഇതിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്, ഒരുപാട് പേരുടെ പ്രയത്നമുണ്ട്. പ്രത്യേകിച്ച് ഈ ടീം അംഗങ്ങൾ തന്നെയാണ് ഒരു 4-5 മാസമെങ്കിലും വീട് വിട്ട് ക്യാമ്പിലേക്ക് എത്തി അവിടെ ചിട്ടയായ പരിശീലനം, ചിട്ടയായ ഭക്ഷണം, ആ ഭക്ഷണക്രമത്തിലടക്കം കൃത്യമായ മിതത്വം പാലിച്ചുകൊണ്ടുള്ള ഒരു പരിശീലനം, എല്ലാ ദിവസവും കൃത്യമായ പരിശീലനം നടത്തിയതിനു ശേഷമാണ് ഈ 19 ചുണ്ടൻ വള്ളങ്ങളും ഇവിടേക്ക് എത്തി മത്സരിക്കാനായി എത്തിയിരിക്കുന്നത്. അത്ര വലിയ എഫേർട്ട്, വലിയൊരു പ്രയത്നം ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ആവേശം ഒക്കെ ഉണ്ടെങ്കിൽ പോലും വലിയൊരു ത്യാഗത്തിന്റെ കഥ, അതോടൊപ്പം തന്നെ ഒരു അഭിമാനത്തിന്റെ കഥ, കരയുടെ ഒരു അഭിമാനകരമായ പോരാട്ടം, ഒരു വലിയ പ്രതീക്ഷ, പ്രാർത്ഥന എല്ലാം തന്നെ ഇണങ്ങിയ ഒരു മത്സരം കൂടിയാണ്. അത് അവരുടെ വച്ച് അവസാനിപ്പിച്ചു പോവാണ്. കാരിച്ചാൽ ജേതാക്കളായി, നടുഭാഗം നന്നായി പോരാടി, നിരണം വന്നു. പക്ഷേ
ആ പോരാട്ടം, ആ പക, ആ പ്രതികാരമൊക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചവർ പോവുകയാണ്. അതായത് ഇവിടേക്ക് വരുമ്പോൾ പല കരകളാകുന്നു, ജയിച്ചു കഴിയുമ്പോൾ ആഘോഷിക്കുന്നു, തോറ്റാലും സന്തോഷത്തോടെ മടങ്ങുന്നു, ജയിച്ചവർക്കൊപ്പം നിൽക്കുന്നു. ഇതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ കൂടി കഥയാണ്. കാരണം എല്ലാ ക്ലബ്ബുകളും അത്രയേറെ ത്യാഗം സഹിച്ച്, അത്രയേറെ കഷ്ടപ്പെട്ട്, ലക്ഷങ്ങൾ മുടക്കി കരക്കാരിൽ നിന്ന് പിരിച്ചെടുത്ത് അവരുടെ ഒരു അഭിമാന പോരാട്ടമാണ്. പക്ഷെ ആ പോരാട്ടത്തിന് ഒടുവിലൊരു വേറൊരു പോരാട്ടം നടക്കുന്നില്ല. മനസ്സുകൾ തമ്മിലുള്ള ഐക്യപ്പെടൽ കൂടി അവസാനിപ്പിച്ചാണ് അവരൊക്കെയും മടങ്ങുന്നത്. ഏതായാലും ഇതൊരു വലിയ സന്ദേശമാണ്, വലിയൊരു സൂചനയാണ്. ഒരു തർക്കവും വേണ്ട. ആലപ്പുഴക്കാർക്ക് മാത്രം അഹങ്കരിക്കാവുന്നതാണെങ്കിലും മലയാളികൾ കൂടി അത് ഏറ്റെടുക്കുകയാണ്. ഇതിലും വലിയൊരു ആവേശം എവിടെയും കണ്ടിട്ടില്ല. ക്രിക്കറ്റിലോ ഫുട്ബോളിലോ ഒന്നും നമുക്കിത് കാണാൻ പറ്റില്ല. സൗണ്ട് പോയതോടെ അത് 4 മിനിറ്റ് അല്ലെങ്കിൽ 4.5 മിനിറ്റ് 5 മിനിറ്റുള്ളിൽ ഇത്രയേറെ ആവേശം ഏത് മത്സരത്തിനാണ് നമുക്ക് പകർന്നു തരാനാവുക എന്നൊരു ചോദ്യമല്ലേ. അത് വള്ളംകളിക്കേ പറ്റൂ. ഇനിയും വള്ളംകളി കാണാൻ സപ്പോർട്ട് ചെയ്യാൻ വരണമെന്ന് അതിയായ ആഗ്രഹമാണ് ഞാൻ അവശേഷിപ്പിച്ചു പോകുന്നത്. തീർച്ചയായും ആലപ്പുഴക്കാർ തന്നെയാണ് നിഷ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ക്യാമ്പിനൊപ്പം തുഴക്കാർക്കൊപ്പം എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇവരുടെ ഒരു വലിയ പ്രയത്നത്തിന്റെ ഒരു ഫലം കൂടിയല്ലായിരുന്നു 19 ചുണ്ടൻ വള്ളങ്ങൾ മത്സരിച്ച് ഓരോ ചുണ്ടൻ വള്ളങ്ങളും അതുപോലെ പ്രയത്നിച്ച്, അതുപോലെ പരിശീലനം നടത്തി, അതുപോലെ ലക്ഷങ്ങൾ ചിലവഴിച്ചെത്തുന്ന ഒരു ജലമാമാങ്ക. അതെന്തായാലും കൃത്യമായി തന്നെ വലിയൊരു സന്ദേശം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ തീർച്ചയായും തീർച്ചയായും ഇത്തവണത്തെ ജലമേളയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നേരത്തെ തീരുമാനിച്ചത് ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ്. അങ്ങനെയാണ് ഈ ജലമേള നടക്കാറ്. പക്ഷെ ഇത്തവണ ആ ഒരു വയനാട് ദുരന്തത്തിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ജലമേള മാറ്റിവെക്കേണ്ടി വന്നു. ഇതൊരു അനിശ്ചിതത്വത്തിലൂടെ പോയിരുന്നതാണ്. കാരണം ഇത് നടക്കുന്ന പോലും ഒരു ഉറപ്പില്ല. അങ്ങനെ ഇവരുടെ പരിശീലനം അടക്കമുള്ള കാര്യങ്ങൾ നിർത്തിവെച്ചു. ബോട്ട് ക്ലബ്ബുകൾക്കൊക്കെ വലിയ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. വീണ്ടും ഈ അനിശ്ചിതത്വം മാറി ഒരു തീയതി വീണ്ടും തീരുമാനിക്കുന്നു. വീണ്ടും അവർ പരിശീലനം ഈ 2 ആഴ്ചയോളം അല്ലെങ്കിൽ 1 മാസം മാത്രമാണ് ആ ഒരു പരിശീലനത്തിൽ ആ ഒരു കാലം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ ഡയറ്റ് പ്ലാനിലൂടെയും ആ ഒരു ഡയറ്റ് പ്ലാനിലും കൂടെ ആയിരുന്നു അവരുടെ ഒരു പരിശീലനം പോയത്. പണ്ട് എന്ന് പറയുമ്പോൾ ബീഫ്, ചിക്കൻ അങ്ങനെയൊക്കെ ഒരു ഡയറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അങ്ങനല്ല. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ബോട്ട് ക്ലബിന്റെ അവിടെ പോയിരുന്നു, ടൗൺ ബോട്ട് ക്ലബിന്റെ അവിടെ പോയിരുന്നു. അവരൊക്കെ പറഞ്ഞത് പച്ചക്കറികളൊക്കെ കഴിച്ചുകൊണ്ട് കൃത്യമായ ഒരു ഡയറ്റ് പ്ലാനിലൂടെയൊക്കെയാണ് ഇപ്പോഴത്തെ ആ ഒരു സിസ്റ്റം മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ഇവർക്ക് കൃത്യമായ വ്യായാമ മുറകളുണ്ട്. അതിനുശേഷമുള്ള പുറത്തുള്ള പ്രാക്ടീസ് ഉണ്ട്, കരയിലും വെള്ളത്തിലുമുള്ള വ്യായാമങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായി തന്നെ ചെയ്തുകൊണ്ടാണ് അരുൺ പറഞ്ഞതുപോലെ ഒരു മാസങ്ങളോളം നീണ്ട കഠിനമായ പരിശീലനം. അത് ചിട്ടയോടെ തന്നെ ഒരു പട്ടാള ക്യാമ്പ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് ആ രീതിയിലാണ് ഓരോ ഈ വള്ളത്തിന്റെ ബോട്ട് ക്ലബ്ബുകളുടെ ക്യാമ്പുകളൊക്കെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ആ രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ അവരുടെ കഠിനമായ ഒരു പരിശീലനത്തിന് കിട്ടിയ ഒരു പ്രതിഫലം അവരൊക്കെ വലിയൊരു കാര്യമാണ്, ഒരു തപസ്യയാണ്. ഓരോ കരക്കാർക്കും ബോട്ട് ക്ലബ്ബ് എന്ന് പറയുന്നത് ഓരോ വികാരമാണ്. ചുണ്ടൻ വള്ളങ്ങൾ കുട്ടനാട്ടുകാരുടെ വികാരമാണ്. അപ്പൊ ഈ ഒരു നെഹ്റു ട്രോഫി എന്ന് പറയുന്നത് അവരുടെ ഒരു ആവശ്യമാണ്, അവരുടെ ഒരു എന്താ പറയുന്നത്, അവരുടെ ഒരു വലിയൊരു സ്വപ്നമാണ്. ഈ നെഹ്റു ട്രോഫി നേടുക എന്ന് പറയുന്നത് തന്നെ ഓരോ കരക്കാർക്കും സ്വപ്നമാണെന്ന് തന്നെ നമുക്ക് പറയണം. എന്തായാലും ഇന്ന് രാവിലെ വന്നപ്പോൾ കണ്ട പുന്നമടയല്ല ഇത്. ഇപ്പോൾ ഏകദേശം ആവേശമൊക്കെ അടങ്ങിയിരിക്കുകയാണ്. എന്തായാലും ചുണ്ടൻ വള്ളങ്ങളെല്ലാം തന്നെ തിരികെ അവരുടെ കരയിലേക്ക് മടങ്ങുകയാണ്. അതോടൊപ്പം തന്നെ ചിലർക്ക് വിജയത്തിൻ്റെ മധുര ആഘോഷം, ചിലർക്ക് വലിയ പരാജയത്തിൻ്റെ അല്ലെങ്കിൽ അടുത്ത വർഷം വീണ്ടും മികച്ച രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു മത്സരം നടത്തി നെഹ്റു ട്രോഫിയിൽ മുത്തമിടാമെന്നുള്ള വലിയൊരു പ്രതീക്ഷയോടെ അവരെല്ലാം തന്നെ മടങ്ങുകയാണ്. എന്തായാലും വലിയൊരു ആവേശത്തോടെ തന്നെയാണ് ഈ നാടൊന്നാകെ ഈ ഒരു വലിയ ആഘോഷത്തെ, ആലപ്പുഴയുടെ ദേശീയ ഉത്സവത്തെ, കുട്ടനാടിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ ജലോത്സവത്തെ സ്വീകരിച്ചത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആഘോഷം തന്നെയായിരുന്നു ഇവിടെയെല്ലാം ഉണ്ടായിരുന്നത്.